നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഓട്സ് ഉപ്പുമാവാണ്. അതിന് വേണ്ട സാധനങ്ങൾ: ഉണക്കമുന്തിരി, നെയ്യ് വറുത്തത്, കറിവേപ്പില, ഞാൻ 2 ഏത്തപ്പഴം ചെറുതായി നുറുക്കിയത്, നെയ്യിൽ നുറുക്കിയത് 2 ഏത്തപ്പഴം ഇട്ടുണ്ട്, വറ്റൽമുളക്, വെളിച്ചെണ്ണ, ഓട്സ്, വെള്ളം. ഇത്രയാണ് ഇതിന് വേണ്ട സാധനങ്ങൾ. ഗ്യാസ് വെച്ച് ചീനിച്ചട്ടി വെച്ചു. ചീനിച്ചട്ടി ചൂടായി കഴിയുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കണം. വറ്റൽമുളക്, 3 വറ്റൽമുളക്, കറിവേപ്പില. നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച്, ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, ഇത്തിരി വെള്ളം ഒഴിച്ചാൽ മതി, ഓട്സ് ആയതുകൊണ്ട്. മുളക് മൂത്തിട്ടുണ്ട്, നമ്മൾ ഇത്തിരി വെള്ളം ഒഴിക്കണം. ഓട്സിന് അത്രയും പാകത്തിന് വെള്ളം ഒഴിച്ചാൽ മതി. തരി ഉപ്പ്, ലേശം ഉപ്പ്. ഇത് നല്ലതുപോലെ തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഓട്സ് അതിലേക്ക് ഇടുന്നു. ഓട്സ് ഇട്ടിട്ട് ഇളക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കില്ല, ഓട്സിന് പാകമുള്ള മാത്രം വെള്ളം നമ്മൾ ഒഴിക്കാവുള്ളൂ. ഒത്തിരി ഒഴിച്ച് കഴിഞ്ഞാൽ ഓട്സ് കലങ്ങിപ്പോവും. റെഡി ആയിട്ടുള്ള ഓട്സ് ഉപ്പുമാവ് റെഡി ആയിട്ടുള്ള നമ്മളത് പാത്രത്തിലേക്ക് ഇടുകയാണ്. എല്ലാം കൂടി പാത്രത്തിലേക്ക് ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കും മുന്തിരി ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക. ഹെൽത്തിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ആഡ് ചെയ്യണത്. ഉണക്കമുന്തിരി വറുത്തത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. ഓട്സ് ആയതുകൊണ്ടാണ് നമ്മൾ ഫ്രൂട്ട്സ് ഇടുന്നത്. മറ്റേ ഉപ്പുമാവിന്, റവയുടെ ഉപ്പുമാവിന് ഇത് ചേർക്കില്ല. ഓട്സിൻ്റെ ആയതുകൊണ്ട് നമ്മൾ ഫ്രൂട്ട്സ് ചേർക്കുന്നത് ഹെൽത്തിക്ക് വേണ്ടിയിട്ട്. ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ നല്ലതാണ്.